ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുമല്ലേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ രാവിലെ ഒരു 10 മണിയെല്ലാം ആയപ്പോൾ മീൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറി വന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ബോക്സിലാണ് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ ഇങ്ങനത്തെ ഒരു വലിയൊരു ബോക്സിൽ കുറേ ഐസൊക്കെ ഇട്ടിട്ട്, ഈ ഐസ് ഇട്ടിട്ടെന്ന് വെച്ചിട്ട് ഇത് ഫ്രോസൺ ഫിഷ് അല്ല കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളതാണ്. പക്ഷെ അവരിങ്ങനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ കേടാവാണ്ടിരിക്കാനായിരിക്കും നിറച്ച് ഐസൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരിക. ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. ഇതിപ്പോൾ സ്ക്വിഡില്ലേ, അതാണ് കൂന്തൽ എന്നെല്ലാം പറയില്ലേ, ആ സെയിം സാധനം കേട്ടോ. ഇത് ഞാൻ എപ്പോഴൊന്നും വാങ്ങിക്കലില്ല, ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഫ്രഷ് കാണുമ്പോൾ അതിങ്ങനെ ഓർഡർ ചെയ്യും. ഇവിടെ ഇഷ്ടമാണ് അതിൻ്റെ ഒരു റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മത്തിയാണേ. ഈ മത്തി ഉണ്ടല്ലോ, എനിക്ക് എന്തോ എപ്പോഴും കൊണ്ടുവരേണ്ടതിൻ്റെ അത്ര ഒരു ഫ്രഷ് അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ എടുത്തപ്പോൾ. ഇതും ആ ഒരു ബ്ലഡിൻ്റെ സ്ട്രെയിനൊക്കെ കാണുന്നത് അവരത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരണോണ്ട് കേട്ടോ. അവരതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്കെയിൽസൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലഡ് പോലെ അങ്ങനെയൊക്കെ കാണുന്നതാട്ടോ, അല്ലാണ്ട് അത് ചീഞ്ഞതൊന്നല്ലേ. പിന്നെ ഇത് അയലയാണോന്ന് വെച്ചാൽ അല്ല, പക്ഷെ അതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു മീനാട്ടോ. അത് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കലുണ്ട്. പിന്നെ ഇത് കറുത്ത ആവോലിയില്ലേ, അതാണേ. ഇതും ഞാൻ വാങ്ങിക്കലുണ്ട് കേട്ടോ. ഇത് ചില സമയത്ത് ഇതിൻ്റെ ഒരു വെളുത്തിട്ടുള്ളത് കിട്ടും, വൈറ്റ് കളറിലുള്ള, അത് വാങ്ങിക്കും. ചിലപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് വാങ്ങിക്കും. പിന്നെ ഇത് ഞണ്ടാണ്. ഇത് 4 ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ 2 കവറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫിഷില്ലേ, അതിനേക്കാളൊക്കെ ഒരുപാട് ഫ്രഷ് ആട്ടാ ഇങ്ങനെ വാങ്ങിക്കുന്നത്. കുറച്ച് പ്രൈസ് കൂടുതലാണ്, പക്ഷേ ഫിഷ് നല്ല ഫ്രഷ് ആയിരിക്കും എപ്പോൾ വാങ്ങിച്ചാലും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടക്കുറവ് തോന്നുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ റീഫണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ആണ് കേട്ടോ ഫിഷൊക്കെ ഓർഡർ ചെയ്യുക. ഇനിയിപ്പോൾ ഈ മീനൊക്കെ അവിടെയൊക്കെ അതിൻ്റെ വെള്ളമില്ലേ, ഐസിൻ്റെ വെള്ളം, അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ആ മീനൊക്കെ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാട്ടാ കൊണ്ടുവരിക. അതുകൊണ്ട് ആ കവറിൻ്റെ പുറത്തൊന്നും അങ്ങനെ വെള്ളമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു ഐസ് ഒക്കെ അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ എനിക്ക് സിങ്ക് എന്തായാലും വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാട്ടോ. ഈ ഒരു ക്ലീനിങ് ടൂളില്ലേ, ഈ ഒരു ബ്രഷ്, ഇത് ഇലക്ട്രിക് ആട്ടാ, നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിലെല്ലാം. ഒത്തിരി നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ സിങ്കിൻ്റെ ആ കോർണേഴ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നിങ്ങളാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാമല്ലേ ഇത് യൂസ് ചെയ്യാൻ ഈസിയാണെന്നുള്ളത്. ഇല്ലാത്തവരുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ, ഭയങ്കര ഈസിയാണ്. ഇതിന് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ബ്രഷില്ലേ, അതിന് നമുക്ക് മാറി മാറി അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ടിപ്പിലുള്ള ഒരു ബ്രഷ് പോലെ ഇരിക്കണമല്ല, ബ്രഷ് തന്നെയാണ്. അത് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓരോ ആവശ്യത്തിന് അനുസരിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു സാധനം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. ഇത് ഞാൻ വീട്ടിൽ കഴിച്ചിട്ടുണ്ട്, വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കലുള്ള സാധനമാണ്. പക്ഷെ ഞാൻ സ്വയം ഇത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ചക്കയില്ലേ, ഇടിച്ചക്ക എന്നെല്ലാം പറയില്ലേ, ആ ചെറിയ ചക്കയില്ലേ, ചക്ക പാകാകുന്നതിന് മുന്നേ ഉള്ളത്, അതാട്ടാ. ഇത് ഇത്തവണ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിത് വാങ്ങിക്കലുണ്ടെന്ന്, നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇത്തവണ എന്തായാലും അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ. എനിക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തീരെ ഇത് കഴിക്കില്ലായിരുന്നു, ചെറുപ്പത്തിൽ ഞാനിത് തീരെ കഴിക്കില്ലായിരുന്നു. പക്ഷെ പിന്നെ വലുതായപ്പം ഇതിനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പിന്നില്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ചിലയിടത്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇരുന്നിട്ട് അതെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റി അത് ഒത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല. നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ റിയലി സോറി. ഇതിപ്പോൾ ഇതാ മീനാണ്. ഇതിപ്പോൾ കഴിഞ്ഞ തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ബാക്കി ഈ അയല മീൻ പോലത്തതില്ലേ അതാണ്. അപ്പോൾ ഇത് മാത്രമേ ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇന്ന് എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തൊന്ന് ഐസ് പോകാനായിട്ട് പുറത്തേക്ക് വെച്ചതാ. ഈ ഒരു മീൻ കൊണ്ടുവന്നിട്ട് ഒരു 4 ദിവസമെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഇത് എടുക്കുന്നത്. ഇത് ഈ 4 ദിവസം 5 ദിവസം ഒന്നും ഫ്രീസറിൽ വെച്ചാലൊന്നും എന്തായാലും ആ ഫ്രഷ് ആ ഫസ്റ്റ് ഡേ എടുക്കുന്ന ടേസ്റ്റ് അല്ല, അത് വേറെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചില സാധനമൊക്കെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പൊട്ട ടേസ്റ്റ് എല്ലാം വരില്ലേ. പക്ഷേ ഞാൻ ഈ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെയില്ല കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നും അധികമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ഫ്രഷ് ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. എനിക്കിങ്ങനെ ഓർഡർ ചെയ്യുന്നത് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയും ചെയ്യും, നമുക്കും ഈസിയാണ്. കടയിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വേണ്ടേ. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ഓൺലൈൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കട്ട വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ അവരത് തന്നെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് അങ്ങനെയാണ് ചെയ്യൽ, മീനൊക്കെ ഓർഡർ ചെയ്യൽ. പിന്നെ ഇത് കോവയ്ക്കാണ്. ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആട്ടാ ഈ ഒരു കോവയ്ക്ക. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി. ഇനിയിപ്പോൾ ഇത് ഇടിച്ചക്കയുടെ തോരനിലേക്കും അതുപോലെ ഉപ്പേരിയിലേക്കൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊന്ന് നന്നാക്കി എടുക്കുകയാണ്. തോലൊക്കെ കളഞ്ഞൊന്ന് നന്നാക്കി എടുത്തിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിയുമല്ലോ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഈ കോവയ്ക്കേൻ്റെ ഈ 2 എഡ്ജസില്ലേ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്. ചിലപ്പോൾ ഒന്നും അതൊന്നും ഞാൻ ചെയ്യൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ ഈ ഒരു ചോപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സാധനം. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ മാർക്കറ്റിൽ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം എന്നല്ല. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാടല്ല 2 വർഷമെല്ലാമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്ലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ആ ഒരു സാധനമില്ലേ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്ത് വരും കേട്ടോ. ഈ കോവയ്ക്കൊക്കെ നമുക്ക് ഈ കത്തിങ് കൊണ്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കില്ലേ. ഇതാകുമ്പം പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ പറയുക, മാത്രമല്ല ഉള്ളിയൊക്കെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ആ ഒരു ബ്ലേഡുകളില്ലേ അത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ക്യൂക്കുംബറും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ആ ഒരു ബ്ലേഡിൻ്റെ സൈസ് ഒന്നും മാറ്റിയതിന് ശേഷം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടാക്കി എടുക്കുകയാണ്. ഇടിച്ചക്ക ആ ചക്കയില്ലേ അത് ഞാൻ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെന്താ ഒരു ചെറിയ കുഞ്ഞുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറി വരാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാന്ന്. അതുകൊണ്ട് തന്നെ കുറേ പേരെടുത്തൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെ ആട്ടോ ഉണ്ടാക്കേണ്ടത്. വീട്ടിലും ഒക്കെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്.
ചക്ക വെന്ത് വന്നപ്പോഴേക്കും ഞാനതൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനെന്താ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവോള കൂടി ചേർക്കുന്നുണ്ട്. ചില സമയത്ത് ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല, വെളിച്ചെണ്ണയിൽ ഉപ്പും ചേർത്തിട്ട് ഇത് മുരിച്ച് അങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുക്കും. അങ്ങനെ ചെയ്യുക. ചില സമയത്ത് ഇതുപോലെ സവോളയൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ കോവയ്ക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പകുതി വെവെല്ലാം ആയപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കലില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം ഇങ്ങനെ മുളക് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുളക് പൊടിയാണ് ചേർക്കുക കേട്ടോ. ഇതിപ്പം മീൻ വറുക്കാനുള്ള ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ രസം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാട്ടാ സൈഡിലിരിക്കുന്നത്. വേപ്പില വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് 2 ദിവസമല്ലേ ആവണുള്ളൂ. അതാട്ടാ ഇത്ര അധികം വരി ഇത് എല്ലാത്തിലേക്കും ഞാൻ ചേർക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എല്ലാത്തിലേക്കും ധാരാളം കോരിയിടുന്നൊരു സ്വഭാവമുണ്ട്. കോരിയിടുന്നല്ല, എടുത്തിടുന്നൊരു സ്വഭാവമുണ്ട്. അത് കാണുമ്പോൾ അങ്ങോട്ട് ഇട്ട് പോവും. ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ മീൻ വറുക്കാനിട്ട ഓയിലിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും ഈ മീനിലേക്ക് മസാല തേക്കണം അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അതൊന്നും ഒന്നുമില്ല പ്രത്യേകിച്ച് കാണിക്കാനായിട്ട്, എല്ലാവരും ചെയ്യണ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. മാത്രമല്ല അതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാൽ വീഡിയോൻ്റെ ലെങ്തും കൂടിപ്പോയില്ലേ ഒരുപാട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ മീനും റെഡി ആയിട്ടുണ്ട്. അത് ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ലഞ്ച് സെർവ് ചെയ്യാനുള്ള സമയമായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അത് കാണിക്കണില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.